സാറിന് പാട്ട് പാടാൻ വരുമോ? വരില്ല. ചെന്നൈ செந்தமிழ் முழுவதும் மறந்தேன் கேரள நாட்டு கிளியே நீ சொல்லு. பார்க்க தான் போறீங்க பேர்லியோட ஆட்டத்தை. രവി ഏട്ടാ, Really, I'm impressed. ഞാൻ പെട്ടെന്ന് ഒരു നയൻതാരയായി മാറി சார். நான் சத்தியமா சொல்றேன் சார், நீங்க ரொம்ப அழகு. ஸ்ரீனியேட்டன், ரவியேட்டன், ஆஹா ஓஹோ அந்த மாதிரி எல்லாம் போட்டுக்கோங்க. Oh, bro, how bro? Great bro. പേളിമാണി, എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു വ്യക്തിപ്പെട്ട ആളാണ് പേളിമാണി എന്ന്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 യൂട്യൂബേഴ്സിൽ പെടുന്ന പേളിമാണി. നമ്മൾ ശരിക്കും ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പേളിമാണിയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ടെൻഷനൊക്കെ എതിലേ പോകുമെന്ന് അറിയത്തില്ല. പണ്ട് D4 ഡാൻസ് കണ്ട ആ സമയം തൊട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേളിമാണിയുടെ ആ ഒരു സംസാര രീതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനുശേഷം D2 വന്നു, D3 വന്നു, പക്ഷേ പേളിമാണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബിഗ് ബോസിനകത്തേക്ക് വരുന്നു. ബിഗ് ബോസിനകത്ത് ഇന്ന് വരെ മലയാളം ബിഗ് ബോസിനകത്ത് ലവ് ട്രാക്ക് വർക്ക് ചെയ്ത് ഗെയിം കളിക്കുകയല്ലാതെ ശരിയായ ജീവിതത്തിലേക്ക് ആ ലവ് ട്രാക്കിനെ കൊണ്ടുവന്ന ബിഗ് ബോസ് ചരിത്രത്തിലെ ഏക കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നു പേളിമണി മാത്രമായിരിക്കും. അതിനുശേഷം യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ഇന്റർവ്യൂസ് നടത്തുന്നു. മലയാളത്തിൽ തന്നെ ഭയങ്കര ബഹുമാനത്തോടു കൂടി പല ആളുകളും ഇന്റർവ്യൂ ചെയ്യുന്ന മമ്മൂട്ടി തൊട്ട് ഏത് നടനെ ഇങ്ങോട്ട് എടുത്തു നോക്കിയാലും പേളിമണി ഇന്റർവ്യൂ ചെയ്യുന്ന രീതി തന്നെ വേറൊരു തലത്തിലാണ്. പേളിമാണിയുടെ ഓരോ വീഡിയോയും ശരിക്കും നല്ല ടെൻഷൻ റിലീഫ് കിട്ടുന്ന വീഡിയോസ് ആണ്. പുള്ളിക്കാരുടെ ആ ഒരു സംസാര രീതി ആവട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ആ സഡൻ ആയിട്ടുള്ള ആ ഹ്യൂമർ സെൻസ് എല്ലാം ഒരു രക്ഷയില്ല, കിടിലനാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ച് കളഞ്ഞേരെ.